ഗുഡ് മോർണിംഗ്. അയ്യോ, നമ്മൾ അനന്തപൂർ എന്നാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ഥലത്ത് എഴുതി വെച്ചിരുന്നത്. അപ്പം അവിടെയാണ് നിൽക്കുന്നത്. വണ്ടി രാവിലെ ഒന്ന് സ്റ്റാർട്ടാക്കി, ഫ്ലൂയിഡ് ചെക്കെല്ലാം കഴിഞ്ഞു. നമ്മളിങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സ്മൃതിയും കുട്ടികളും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വരുന്നത് വരെ എനിക്കിവിടെ സമയമുണ്ട്. അപ്പോൾ ഞാൻ 2-3 ഷോട്ട്സൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്യം ഹൈദരാബാദാണ്. പക്ഷേ ഹൈദരാബാദ് 10-60 കിലോമീറ്റർ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവിടം വരെ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് തമ്പടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അവർ വരട്ടെ, എന്നിട്ട് ബാക്കി പരിപാടികൾ. ഡേ 3, 3-ാം ദിവസം നമ്മൾ അനന്തപൂരിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. എല്ലാവരും മൂക്ക് വലിച്ചൊലിച്ചിരിക്കുകയാണ്. ഇന്നലെ ഏസി റൂമിൽ കിടന്നതിൻ്റെ അഹങ്കാരമാണെന്ന് തോന്നുന്നു. നാളെ കൊണ്ട് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ചൂടത്ത് കിടത്താം, അപ്പം ശരിയാവും. അപ്പോൾ ഇതാ നമുക്ക് ഇറങ്ങിയാലോ. നീ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൻ കാഴ്ചകളൊക്കെ കാണുമോ പുറത്ത്? സാർ പോവാം. ലെറ്റ്സ് ഗോ. ടിൻഡിങ് ഓടേ. ലെറ്റ്സ് ഗോ. നമ്മള് റോഡിലാണ്. 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, 2 സൈഡിൽ നല്ല ആവശ്യം പോലെ കൃഷികളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങൾ കണ്ട്. മുളക് കണ്ട്, നാരകം കണ്ട്, കരിമ്പ് കണ്ട്, പിന്നെ എന്തിനുണ്ടായിരുന്നു, കപ്പ, നമ്മളെ കപ്പയ്ക്ക കണ്ടു. പിന്നെ ഒരു മഞ്ഞപ്പൂവിൻ്റെ ഒരു സംഭവം കണ്ടു. അവിടെയൊക്കെ വേറെ എന്തോരോ കൃഷി കിടക്കുന്നു. അപ്പോൾ എന്തായാലും കൃഷിത്തോട്ടങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. പക്ഷെ വേറൊരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ഒരു ജംഗ്ഷൻ വരാൻ നേരത്ത് നമ്മുടെ ഈ മെയിൻ ഹൈവേയിൽ തന്നെ ഹമ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി റിസ്ക് ആണ്. സൈഡിൽ സൈൻ ബോർഡ്സ് ഒന്നും ഇല്ല. പക്ഷേ ജംഗ്ഷൻ വരാൻ നേരത്ത് ഇനിയിപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു ഹമ്പ് വരുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ബാക്കിൽ വണ്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പുറക്കാൻ വരുന്നത് വല്ല ഗുഡ്സ് വണ്ടിയാണെങ്കിൽ കൊണ്ടുവന്ന് ബാക്കിൽ കയറ്റി തരും. അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് നോക്കി വേണം പോവാൻ. ഓക്കെ, ഒന്ന് സ്ഥലമൊക്കെ കാണിച്ചു വിടുവാതെ, കേട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നല്ല വിശാലമായ സ്ഥലം. ഇപ്പൊ നമ്മുടെ പക്ഷേ കൃഷിയൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങാട് പോകാൻ നേരത്ത് കാണുമായിരിക്കും. കൃഷി തരിശുഭൂമികൾ മാത്രം. നമുക്ക് ഇറങ്ങി കൃഷി നടത്തിയാലോ? നേർക്കോടി ഞാനതുണ്ടായിരുന്നു കേട്ടോ. അവിടെയും സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഫാസ്ടാഗിന്റെ സിഗ്നൽ ഒട്ടിച്ചിരുന്ന സ്ഥലം ലോക്കഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഫാസ്ടാഗ് കാണത്തില്ലെന്ന്. പക്ഷെ ഫാസ്ടാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ റോഡ് ഫുള്ള്. ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ ഇത് കണക്ക് ഒറ്റ സ്ട്രെച്ചിന് കണക്കിരിക്കും. സൈഡുകളിൽ വല്ലപ്പോഴും ഒക്കെ ഒരു വില്ലേജോ വല്ലതും വന്നാലായി. പിന്നെ അങ്ങും ഇങ്ങനെയൊക്കെ ഓരോ പെട്രോൾ പമ്പുകളുണ്ട്. അപ്പം അത്യാവശ്യം യൂറിൻ പാസ് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇപ്പം സമയം 7:30. നമ്മളൊരു 8:30 ആവാൻ നേരത്ത് വണ്ടി ഒതുക്കിയിട്ട് ചായ, കാപ്പി അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനാണ് പ്ലാൻ. അപ്പം ഇവിടെ ബോർഡ് കാണുന്നത് ഇനി ഹൈദരാബാദിലേക്ക് 308 കിലോമീറ്റർ. ശ്രീനഗർ 2659. നമ്മളിപ്പം 308 കിലോമീറ്റർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഹൈദരാബാദ് പിടിക്കാം. മാക്സിമം ട്രൈ ചെയ്യാം. നമ്മളങ്ങനെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ജിയോയുടെ പെട്രോൾ പമ്പാണ് കേട്ടോ ഇത്തവണ. നമ്മൾ ഇതുവരെ ജിയോയുടെ പമ്പിൽ നിർത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തവണ ജിയോയുടെ പമ്പിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാപ്പി ഉണ്ടാക്കലും കാര്യങ്ങളുമാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. പാത്രമൊക്കെ കഴുകുന്നുണ്ട്, എല്ലാം വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറഞ്ഞു. നീ ദൂരെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാലും ഓക്കെ. കുട്ടികളെ, നിങ്ങളെന്തിനാ തപ്പുന്ന അവിടെ കിടന്ന്?
ഓഹോ അത് ശരി, ഒന്ന് തുറന്നു നോക്കണ്ട ഒന്നും. ഓക്കെ, അപ്പം പാചകം തുടങ്ങാൻ പോവുകയാണ്. ആദ്യമേ ഇച്ചിരി ഒരു ചായ ഇട്ട് ഒരു പെട്ടെന്നാട്ട് ഇത്തിരി അങ്ങാട് എന്തു തന്നെ പറയുന്നത്, ഇത്തിരി കടുപ്പത്തി ഒരു ചായ ഇട്ട് തന്നാണ് ഇപ്പം കേക്ക് അതിലിപ്പോൾ പൊക്കളെ. ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഫുഡ് കഴിച്ചു. ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും തമിഴ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർക്കും കൊടുത്ത സെയിമല്ലേ, സ്ക്രാമ്പിൾഡ് എഗ്ഗും നമ്മുടെ അടിപൊളി മാങ്ങയും പിന്നെ വേറെന്താ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലേ. ഓ പാത്രം. ഇനി അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കപ്പലണ്ടി മുട്ടായി, ബിസ്ക്കറ്റ്, ബദാം. ബിസ്ക്കറ്റ് കുക്കിയാണ്. അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ നേരത്ത് കഴിക്കാനുള്ളതാണ്, ഇപ്പോഴേ കഴിക്കാനുള്ളതല്ല കേട്ടാ. 11 മണിക്ക് കഴിക്കാനുള്ളതാണ്. അതെ, അപ്പോൾ നമ്മുടെ കാപ്പി സ്ക്രാമ്പിൾഡ് എഗ്. ചായ കുടിച്ചോട്ടാ പൈ ഇതേ ഇരിക്കണ് അതിന്റെ പ്രൂഫ്. തേയില, ബാക്കി തേയില. നിങ്ങൾ അടിച്ച ഇതെടുത്തോണ്ട് കാണിച്ചതാ രണ്ടുപേരും അടിച്ച. ഇതുവരെ അടിച്ച ഇന്നലെ അടിച്ചത് കാണിച്ചേ, ഇതുവരെ ഒന്നും കാണിച്ചില്ലല്ലോ. നോക്കട്ടെ. ആദ്യം ആദു. ഇവര് വണ്ടിക്കകത്തിരുന്നിട്ട് ഇവരുടെ മെയിൻ പരിപാടി ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ അതായത് സമയം പോകാൻ വേണ്ടിയിട്ട് വേറൊരു പരിപാടിയില്ല. നോക്കട്ടെ കൊള്ളാമോന്ന് നോക്കട്ടെ. ഇപ്പൊ ഇവിടെ മാർക്ക് ഇടുന്നു നോക്കൂ. കൊള്ളാം. ഓക്കേ ഓക്കേ. ഇത്ര ഇതൊക്കെ ഇപ്പം വണ്ടിക്കകത്തിരുന്ന് അടിച്ചല്ലേ ഫുള്ള്? വീട്ടിൽ നിന്നൊന്നും അടിച്ചില്ലായിരുന്നല്ലേ? അത് തന്നെ. അതായത് നമ്മളെ ഈ ട്രിപ്പില് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈ ട്രിപ്പിന്റെ ഇടയ്ക്ക് അടിച്ചതാണ് കേട്ടോ ഇത്രയും. നമ്മളല്ലാണ്ട് വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നതൊന്നുമല്ല, എല്ലാം ഇവിടെ വെച്ച് അടിച്ചതാണ്. വെരി നൈസ്. നിനക്ക് ഒരു 10ൽ 10 അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും തരാൻ പറ്റൂല. ഈതൻ്റെത് ഇപ്പം നേരത്തെ കാണിച്ചത് അതുതന്നെയാണ് കേട്ടോ. ഈതൻ്റെത് കറുത്ത ഐസ്ക്രീം, പിന്നെ അല്ല ചോക്കോബാർ. ഓക്കെ, ലിപ്സ്റ്റിക്ക്. ഇതെന്തിനാണ്? കസ്റ്റർഡ് ആപ്പിള്. ആപ്പിളും കസ്റ്റർഡ്. 2-3 പേപ്പർ ഇത് ആൾറെഡി വലിച്ചു കീറി. ഇതിനെ ഒട്ടും സൂക്ഷിപ്പം കീറിയതല്ല, അത് കീറിപ്പോയതാണ് അല്ലേ ഞങ്ങളെ? കീറിപ്പോയതാണ്. കപ്പും ബെല്ലും ഉണ്ട്. ഇതേ ഒരു സണ്ണും ഉണ്ട്. വെരി ഗുഡ് ജോബ്. നിനക്ക് എത്ര മാർക്ക് തരണം? ബുക്ക് കീറിയതുകൊണ്ട് 1 മാർക്ക് ഞാൻ കുറച്ചിരിക്കുന്നു. 10ൽ 9 മാർക്ക് കേട്ടാ. വെരി ഗുഡ് ജോബ്. ഇവിടെ ഇരുന്ന് പാത്രം കഴുകി ആഹാരം ഉണ്ടാക്കുന്ന എനിക്ക് എത്ര മാർക്ക് തരും? നിനക്കൊരു 2 മാർക്ക് തരാം. ഇന്ന് നിങ്ങൾക്ക് ആഹാരം ഇല്ല. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞുവിടാ. ഓക്കെ, അപ്പം നിനക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് മാർക്ക് ഇടാൻ പറയാം കേട്ടാ. കണ്ടോണ്ടിരിക്കുന്നവര് ഇവളുടെ പാചകത്തിന് നിങ്ങൾ അതെ മാർക്ക് ഇട്ടാ മതി. ഇന്നലെ ഞാൻ ചോദിക്കണമെന്ന് ചോദിച്ചതാ, ഉച്ചയ്ക്ക് തിന്ന ബിരിയാണിയാണോ രാത്രി തിന്ന തക്കാളി ചോറാണോ ഇഷ്ടപ്പെട്ടത്? ഓഹോ, കുടുംബക്കാര് നമുക്ക് വീട്ടിൽ പോയിട്ട് പോരെ വഴക്കുണ്ടാക്കൽ. അപ്പം ഇന്ന് ചിലപ്പം നമ്മളൊരു ചിലപ്പോഴല്ല കൺഫേം അല്ലേ സ്പെഷ്യൽ ഫുഡ്. ഇന്നൊരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതെ, അത് 5 മിനിറ്റ് മതി അത് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അത് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഉണ്ടാക്കാൻ നേരത്ത് ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. വേറൊരു എക്സ്പ്രസ് ഹൈവേ പോകുന്നത്, അത് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആയിരിക്കും. നമുക്ക് നേരെ തന്നെയാണ്. അതായത് ഇവിടെ നേരെ ഹൈദരാബാദ്, അങ്ങോട്ട് തിരുപ്പതി. ഓക്കെ, അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ തിരുപ്പതി നേട്ട ഈ മുകളിൽ കൂടെ പോകുന്ന റോഡേ പോയി കഴിഞ്ഞാൽ തിരുപ്പതി പോവാം. പക്ഷെ നമുക്ക് തിരുപ്പതി അല്ല, നമുക്ക് നേരെയാണ് പോകേണ്ടത്. കർണൂൽ എത്തി ഗൈസ്. കർണൂൽ എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഇവിടെ പക്ഷേ മൈ ബാഡ്, വൺ സൈഡ് ആണ് ഗൈസ്. നമ്മൾ മാക്സിമം ഒഴിഞ്ഞ് പോവാ. അവിടെ ചെന്നിട്ട് കയറാം. അപ്പുറത്തെ സൈഡ് ഓഫാക്കിയിട്ടിരിക്കണം, അടച്ചിട്ടിരിക്കണം കേട്ടോ. അപ്പം ഈ സൈഡ് മാത്രമേ ഉള്ളൂ. പണി നടക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു സിറ്റിയായി. ലെക്സസ്, ബാക്കിലൊരു ലെക്സസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സൈഡ് കൊടുക്കാം. അതാ വണ്ടിയും കയറി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാം. ഒരു ലെക്സസിന്റെ ഒരു വണ്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എവിടെയൊക്കെ സ്കൂൾ ഓപ്പണിംഗ് ആണെന്ന് തോന്നുന്നു. ഈ സമയത്ത് എന്തൊരു സ്കൂള്? അവർക്ക് വെക്കേഷൻ ചിലപ്പോ വേറെ വന്നതായിരിക്കും ഇവിടെ. അങ്ങനെയല്ലേ? എല്ലാവർക്കും ഈ ഏപ്രിൽ മെയ് തന്നെയാണ് വെക്കേഷൻ. ഞാനും കണ്ടു 2-3 ബസ് സ്റ്റോപ്പുകളിൽ പിള്ളേർ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ ബസ്സും ഉണ്ട്. അവർക്ക്
അതെ അതെ 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലുള്ള സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും. അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സിന് സ്കൂൾ ബസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മളെ നാട്ടില് കാണത്തില്ല. യെസ്, ഫാക്ട്. മോന്റെ സ്കൂൾ ബസ്. മോന്റെ സ്കൂൾ ബസ്സാ? ഇതാ നിന്റെയാ? മോന്റെ സ്കൂൾ ബസ്. എന്നിട്ട് മോളുടെ പടം ഉണ്ടല്ലോ അതിനകത്ത്. ഓക്കെ, ട്രാഫിക് ഒക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഹൈദരാബാദ് 209 കിലോമീറ്റർ കേട്ടോ. 209 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇന്ന് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും, പ്രോബ്ലം ഒന്നുമില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആകുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആവുന്നേരം എത്തുമായിരിക്കും അല്ലേ? അതെ, 3 മണിയാവുന്നേരം എത്താനാണ് ചാൻസ് കേട്ടോ. ലെക്സസ്, നമ്മളെ നേരത്തെ പറഞ്ഞ ലെക്സസ് ഇതോ പോയത്. ഇതിന്റെ മുമ്പിൽ മറ്റേ ഒരു വെൽഫെയറും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അവരിപ്പോ വീടെത്തിക്കാണ്. അയ്യോ, നമ്മള് ഇവിടെ ടോളെത്രയായിരുന്നു അറിയാമോ? എന്തായാലും 100 മുകളിലായിരിക്കും. സ്വച്ഛ് ഭാരത് എന്ന് പരസ്യമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നടാവേ, അടഞ്ഞ മൂക്ക് ഫുള്ള് തുറന്ന്. മാത്രമല്ല വെള്ളം ഒഴുകുന്നത് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് തരുന്നില്ല. ചിലപ്പോൾ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആൾ വാള് വയ്ക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ച് തരുന്നില്ല. അമ്മാതിരി കൂറ ബാത്റൂമും ടോയ്ലറ്റ് ആയിരുന്നു. അതുകൊണ്ട് വേണ്ട, ഇനി നമുക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പ് നോക്കിയിട്ട് ടോയ്ലറ്റ് അവിടെ പോകുന്നതായിരിക്കും നല്ലത്. പെട്ട് നമ്മള് പെട്രോള് ഇപ്പം ആൾമോസ്റ്റ് ഫ്യൂംസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ റിസർവ് ടാങ്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇവിടെ എങ്ങും പെട്രോൾ ഇല്ല. പമ്പുണ്ട്, അതെ, 3-4 പമ്പ് അടച്ചിട്ടിരിക്കുന്നു. ഒരു പമ്പിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു പമ്പിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ ഡീസൽ മാത്രമേ ഉള്ളൂ, പെട്രോൾ ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവിടെ ഒരു പമ്പ് കാണുന്നു, പക്ഷെ അപ്പുറ സൈഡാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കറങ്ങിയെങ്കിലും വരാം. അപ്പം ഏത് നിമിഷവും പെട്രോൾ തീരും എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പെട്രോൾ തീരുകയാണെങ്കിൽ തള്ളത്തില്ലേ? തള്ളണം കേട്ടാ. ഓക്കെ. അപ്പൊ പെട്രോൾ തീരുകയാണെങ്കിൽ ഈതം തള്ളും, വാവയും കൂടെ തള്ളിക്കോളും. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. സെറ്റ്. അവിടെ ഇതാ ഈ സൈഡിലൊരു പമ്പ് കാണുന്നുണ്ട്. അവിടെ നോക്കട്ടെ. നീ തിരിക്കണ്ട, ഞാൻ തിരിച്ചോളാം, നീ തള്ളിയാ മതി. ഇവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്, നോക്കട്ടെ. അതിലെ പുറത്തോട്ട് കറക്കി നോക്കട്ടെ. കാറ് കിടപ്പുണ്ട് അവിടെ, കാറുകൾ എന്തായാലും കിടപ്പുണ്ട്. പെട്രോള് കാണും. ഡീസലാണോ പെട്രോൾ ആണോ? കാറ് കിടക്കുന്നെങ്കിൽ അത് പെട്രോൾ ആവാൻ തന്നെയാണ് സാധ്യത. കിട്ടി എന്റെ മുന്നോ. നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് വേറെ അങ്ങ് പെട്രോൾ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ തന്നെ മൊത്തം 1, 2, 3, 4, 5, 6, 7 പമ്പ് സെറ്റ് ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് പെട്രോൾ, ബാക്കി എല്ലാം ഡീസലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ റോഡിൽ ചിലപ്പം ഡീസൽ വണ്ടികളായിരിക്കും കൂടുതൽ ഓടുന്നത്. അപ്പം പെട്രോൾ സ്റ്റോക്ക് ചെയ്യുന്നത് കുറവായിരിക്കും, അതാവാനാണ് സാധ്യത. എന്തായാലും സാധനം കിട്ടി, സമാധാനം. അപ്പൊ ഇതിനൊരു കാര്യം ചെയ്യണം, ഒരു 1/4 ടാങ്ക് ആകുമ്പോഴേ പോയെങ്കിൽ പെട്രോൾ അടിക്കണം. ഇങ്ങനെ ഈ അവസാനം വരെ തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത തവണ തൊട്ടിനി അങ്ങനെ ചെയ്യാൻ കേട്ടോ. ഒരു 1/4 ഭാഗം ആകുമ്പോഴേ നമുക്ക് പെട്രോൾ അടിക്കാം. ഇന്നത്തെ മോറൽ അതാണ്, ഇന്നത്തെ മോറൽ ഓഫ് ദ സ്റ്റോറി അതാണ് കേട്ടോ. അത്ര വെള്ളം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, നിറച്ചു വെച്ചു. കണ്ടോടാ ഇതാ, അതുകൊണ്ട് അവിടെ ഒരു പ്യൂരിഫയർ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെള്ളം നിറച്ചു. പിന്നെ നേരത്തെ ഇപ്പം അങ്ങോട്ട് ഒരു 1000-2000 രൂപയ്ക്ക് അടിച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇവിടെ കയറി ഇത്രയും വെള്ളമൊക്കെ എടുത്തില്ലെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ നിന്നൊരു 500 രൂപയ്ക്കും കൂടെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 2500 രൂപയുടെ പെട്രോൾ ഇപ്പോൾ തന്നെ അടിച്ച്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നല്ലൊരു തണൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമുക്ക് ഫുഡും കൂടെ പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് ഫുഡ് കഴിക്കണം.
നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരു ആലിൻ്റെ മൂട്ടിലേക്കാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇന്ന് എന്തിനാണ് സ്പെഷ്യൽ എന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇന്നത്തെ സ്പെഷ്യൽ നല്ല നെയ്ച്ചോറും പെപ്പർ ചിക്കനും. എന്തരൊക്കെ നെയ്ച്ചോറും പെപ്പർ ചിക്കനും. അത് നമ്മുടെ ഫുഡ്സിൻ്റെയാണ്, നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു സ്പോൺസറാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ പോകെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള പെപ്പർ ചിക്കനും പിന്നെ നമ്മുടെ മലബാർ ഗീ റൈസുമാണ്. രണ്ടും റെഡി ടു ഈറ്റ് ആണ് ആൾമോസ്റ്റ്. ലൈക്ക് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഒരു പാനിലോ എന്തെങ്കിലും ഇട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇതും അതേ കണക്ക് ഓയിലോ ചെറുതായിട്ട് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒരു പാനിലോ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഷെഫിനെ ഏൽപ്പിക്കാം. ഷെഫ്, കമോൺ ഷെഫ്, ഇതൊന്ന് ചൂടാക്കി എടുക്കൂ. കാറിലില്ലേ? യെസ്, ഈ ഫുഡ്സിന്റെ ലോഗയാണ് ഇവിടെ കാറിലുള്ളത്. അതെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം നമ്മളാ ഒരു സ്പോൺസർ കൂടിയാണ് ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു ഫുഡ്സ്. ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായത്തിനോട് ചേർന്ന് പറയുന്നതായിരിക്കും കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. മൊത്തം ഒരു 5-6 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. നമ്മുടെ നെയ്ച്ചോറ് ജസ്റ്റ് ഒന്ന് വെന്ത് വരാനായിട്ടൊരു 2-3 മിനിറ്റ് മതി. ഈ ചിക്കൻ കറി അതേ കണക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാനായിട്ടൊരു 3 മിനിറ്റ് മതി. മൊത്തത്തിൽ 6 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാണ്. കഴിച്ചോ പെട്ടെന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയും. നമ്മുടെ ഫുഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സംഭവം ഈ പ്രിസർവേറ്റീവ്സും ഒന്നും വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. വേറെ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇവരിത് പാക്ക് ചെയ്യുന്നത്. സംഭവം 6 മാസം വരെയാണെന്ന് തോന്നുന്നു ഷെൽഫ് ലൈഫ്. ഞാൻ വെബ്സൈറ്റ് നോക്കിയിട്ട് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയുണ്ടേ? കൊള്ളാവോ? ശരിക്കും കൊള്ളാവോ അതോ ചുമ്മാ പറയുവാണ്? അടിപൊളി, ഇഷ്ടപ്പെട്ടാ? അപ്പോൾ അത് ഫുള്ള് കഴിക്കുമോ? നൈസ്. അപ്പം നമ്മുടെ നെയ്ച്ചോറും എന്ത് വരുന്ന പെപ്പർ ചിക്കനും, കേരള പെപ്പർ ചിക്കനും അങ്ങനെ ഇന്ന് റെഡി ആയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം. ഇന്ന് ഫുഡ് കഴിക്കാതിരുന്ന ലൊക്കേഷനും കൊള്ളാം, ഫുഡും കൊള്ളാം കേട്ടോ. നൈസ്. ചൂടുണ്ട്, കറിക്കാനല്ല ചൂടുണ്ടല്ലേ. എങ്ങനെയുണ്ട്? നെയ്ച്ചോറിൽ നെയ്യുണ്ടോ? ഉണ്ട്. നെയ്ച്ചോറിൽ നെയ്യുണ്ടോ? പെപ്പർ ചിക്കനിൽ പെപ്പറുണ്ടോ? പെപ്പർ ചിക്കനിൽ പെപ്പറും ഓയിലും നൈസായിട്ടുണ്ട്. നല്ല ഓയില് നമുക്കറിയാൻ പറ്റും. കാണിച്ചാ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വെന്ത ചിക്കനാണ്. അകത്തൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പം ഇതിനകത്തൊരു ജസ്റ്റ് 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. അപ്പം ഇപ്പോഴല്ല വേവിച്ചത്. അപ്പോൾ അവർ വേവിച്ചിട്ടാണ് സംഭവം പാക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഹീറ്റ് ചെയ്താൽ മാത്രം മതി. അതെ, ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല കിടു സാധനമായിരുന്നു. ഏതാ നിന്റെ അഭിപ്രായം? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഒന്ന് ഫുഡ്സിന്റെ ഫുഡ്സ് കഴിച്ചാലോ? എന്നാ അടിപൊളിയായിരിക്കും അല്ലേ? പിന്നടാ ഊവേ. അപ്പോൾ സംഭവം പൊളിയായിരുന്നു കേട്ടോ, അടിപൊളി സാധനമായിരുന്നു. നമുക്ക് ഇവിടെ ഫുഡ്സിന്റെ ഇപ്പം നമ്മളിന്ന് വെച്ചത് നെയ്ച്ചോറും നമ്മുടെ ചിക്കനുമാണ്. പക്ഷെ അതല്ലാണ്ട് ബീഫുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്. അവരുടെ കല്ലുമ്മക്ക ഭയങ്കര ഫേമസ് ആണ്. കല്ലുമ്മക്കായ നിറച്ചത് അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് അവരിലുണ്ട്. എല്ലാം നമ്മുടെ കേരള സ്റ്റൈല് നല്ല പൊളപ്പൻ ഫുഡുകളാണ് ചെയ്യുന്നതും. എല്ലാം കേരളത്തിൽ തന്നെയാണ് ഡെലിവറി. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഇപ്പം ഒരു സമ്മർ സെയിൽ എന്താ നടക്കുന്നുണ്ട്. അപ് ടു 40% ഡിസ്കൗണ്ട് ഒക്കെ അവരുടെ വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാ വീഡിയോൻ്റെയും ലിങ്ക് താഴെ അതിൻ്റെ ലിങ്ക് അവരുടെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. സൂപ്പർ സാധനമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫുഡ്സ് ഫോർ സ്പോൺസറിങ് എ പോർഷൻ ഓഫ് ദിസ് ട്രിപ്പ് അല്ലേ? ഏതാ? അപ്പോൾ ഒരു താങ്ക് യു പറഞ്ഞാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മള് താങ്ക് യു വെരി മച്ച്. ഓക്കെ, അതാണ്. അതെ, അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ചൂടുണ്ട് കേട്ടോ. അതായത് വിയർത്ത് തള്ളുന്നു. അപ്പം പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട്
നമ്മൾ നമ്മുടെ ഈ ജേണി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നൊരു 40-45 കിലോമീറ്ററും കൂടെ ഉള്ളു ഹൈദരാബാദ്. അപ്പോൾ ഒരു 25 കിലോമീറ്റർ കൂടെ കഴിയാൻ നേരത്ത് നമ്മുടെ ആ റിംഗ് റോഡോ ആ ഒരു സംഭവത്തിൻ്റെ അടുത്തെത്തും. അപ്പം അതുവഴി അങ്ങ് പോവുകയാണ്. ഹൈദരാബാദ് സിറ്റിയിലോട്ട് ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പം മെയിൻലി പോവുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഈ തന്നെ അവിടെ കുരുത്തക്കേട് കാണിക്കുന്നത് ഇവിടെ ക്യാമറയിൽ കാണുന്നുണ്ടേ. ഫാൻ ഓഫ് ചെയ്യുന്നതാണ്. ഫാൻ കിടക്കട്ടെ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ നേരെ ഇനി വിട്ടു പോവാം. ഹൈദരാബാദിലോട്ട് കയറാൻ നേരത്ത് അവിടെ എവിടെയെങ്കിലും നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ ഒരു ഹൈദരാബാദി ബിരിയാണിയും കൂടെ മേടിക്കാം രാത്രിയിലത്തേക്ക്. ഓക്കെ അപ്പോൾ റോഡിൽ കാണാം. ബൈ. ഓക്കെ, നമ്മൾ ഹൈദരാബാദിന്റെ ഔട്ടർ സർക്കിളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആഗ്ര റൂട്ടാണ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തത്. ആ സൈഡിൽ കൂടെ പോകുന്നത്, നമ്മുടെ വലതുവശത്തൂടെ പോകുന്നത് റിംഗ് റോഡാണ് കേട്ടോ. അതിന്റെ പാരലായിട്ട് കിടക്കുന്ന റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് റിംഗ് റോഡിലോട്ട് കയറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കറക്റ്റായിട്ട് അറിയത്തില്ല, നമുക്ക് നോക്കാം. റിംഗ് റോഡിൽ കയറുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള റോഡാണെന്ന് ഒരുപാട് പേര് ഞാൻ പറഞ്ഞേ കേട്ടിട്ടുണ്ട്. 2 വീലേഴ്സ് 3 വീലേഴ്സ് അലൗഡല്ല. ഓക്കെ, അതായത് ഇതിന് നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആ റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല സേഫ് റോഡാണ്. വേറെ ഈ നമ്മളെ കുറുകെ വരുന്ന പരിപാടി അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. നേരെ നമുക്ക് ഞങ്ങളുടെ ഒരു അടിച്ചിട്ട് കയറി പോകാം. ഓക്കെ, നമ്മൾ കയറിയാണെന്ന് തോന്നുന്നു. അതെ, കയറി ഇതാണ് നമ്മുടെ റിംഗ് റോഡ്. കണ്ടാ എന്ത് വലിയ റോഡെന്ന് നോക്കിയാൽ നോക്കണേ. കണ്ടാ ഇത് റോഡല്ലേ? Continue on Nehru Outer Ring Road for 31 kilometers. 30 കിലോമീറ്റർ നമുക്ക് ഇനി പൊളിക്കാം. നൈസ്. ഏത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് എന്തരെന്ന കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യമുണ്ട് ഗൈസ്. ഒരു റോഡ് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? കാരണം ഈ റോഡിലൊക്കെ 40-30 രൂപയൊക്കെയാണ് അവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ലൈനിൽ പോട്ടെന്ന് വിചാരിക്കും. ഈ മൂന്നാമത്തെ ലൈനിൽ, അതായത് 120 സ്പീഡ് ലിമിറ്റ് ഉള്ള ലൈനിൽ കൂടെയൊക്കെ ഈ ലോറികളൊക്കെ പോകുന്ന സ്പീഡെന്ന് പറയണത് 40, 50, 60. അയ്യോ ഇങ്ങനെ പോയത് കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? ഈ ഒരു റോഡിൻ്റെ ഒരു ഉപയോഗം ആരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉപകാരം പോലും നമുക്ക് കിട്ടത്തില്ല. അതാണ് അവസ്ഥ. എന്താ ചെയ്യുക? നമുക്ക് എന്തായാലും മാക്സിമം 80-ന്റെ ലൈൻ പിടിച്ച് പോവാം. പിന്നെ ഓവർടേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ 120-ന്റെ ലൈനിലോട്ട് കയറി നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. അതേ നടക്കത്തുള്ളൂ. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നാട് നന്നാവില്ല. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് 30 കിലോമീറ്റർ 35 കിലോമീറ്റർ എങ്ങാണ്ട് നമ്മൾ ഈ റോഡേ കൂടെ വന്നു കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട്. ആവറേജ് സ്പീഡ് എന്തായാലും ഒരു 80-ക്ക് മുകളിൽ വരുമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ എക്സിറ്റ് റോഡ് എത്താറായി. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ലൈനിലേക്ക് വന്നത്. എക്സിറ്റ് റോഡ് ഇത് തന്നെയാണ്. എക്സിറ്റ് 6 ഇതാണ്. നാഗ്പൂർ റോഡാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെക്കൻഡ് ലൈനിലേക്ക് കയറി അതിൻ്റെ എക്സിറ്റ് എടുക്കണം. എന്നിട്ട് പുറത്തിറങ്ങണം. ഇത്രയേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, അടിപൊളി. 1-2 സ്ഥലങ്ങളിൽ ചെറുതായിട്ട് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ഒരുമാതിരി എന്താ പറയുന്നത്, ഇത് കണക്ക് കിടന്നു. എന്തോ ഒരു സിംഗിൾ ലൈനല്ല, ഒരു 2 ലൈൻ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നൈസായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളത് പുറത്തിറങ്ങാൻ പോകുന്നു. സക്സസ്. ഇത് നമ്മൾ മനോഹരാബാദ് ടോൾ പ്ലാസയിലാണുള്ളത്. നല്ല ചുട്ട ചോളം ഞാനൊന്ന് കാണിച്ചാണ്. 20 നൈസ്. എന്തു മക്കളെ? എന്തായിരുന്നു? ഇറങ്ങിക്കോ. കഥ അടയ്ക്കണം. ഇറങ്ങി ഉടനെ അടയ്ക്കണം കേട്ടാ. നല്ല അടിപൊളി മാങ്ങയുണ്ട്, പേരൊക്കെയുണ്ട്. അവിടെ കുരങ്ങന്മാരിരിപ്പുണ്ട് കേട്ടാ. ആ ഭാഗത്തിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് പേടിച്ച് മക്കൾ രണ്ടും പുറത്തിറങ്ങിയിട്ടില്ല, അകത്ത് തന്നെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ 2 ചോളവും ഒരു
2 ചോളവും മേടിച്ചു, ഒരു 1 കിലോ മാങ്ങയും മേടിച്ചു. മാങ്ങ കിലോ 150, ഇത് 2 40 അല്ലേ? നോക്കട്ടെ, ഞാൻ എടുത്തേ, ഞാൻ കഴിച്ചു നോക്കട്ടെ. ആണോ കഴിക്കുമെങ്കിൽ മേടിച്ചോ, പക്ഷെ ചൂട് പോകത്തില്ലേ? വേറെ കാണാം. ഓക്കെ, വണ്ടി മൂവട്ടെ. അവിടെ ഒരു ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണേ. കൊരങ്ങനെ കാണിച്ചു കൊടുത്തേ, നേരത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ലോഡ്ജ് അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലൊക്കേഷൻ എത്താൻ നേരത്ത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. 6 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം ഇന്ന് ഒത്തിരി ഓടി, 400 അടുപ്പിച്ച് ഓടിയെന്ന് തോന്നുന്നു, 400 കിലോമീറ്ററിന് അടുപ്പിച്ച് ഓടിയെന്ന് തോന്നുന്നു മൊത്തം. അപ്പോൾ ഓക്കെ, യാത്ര കണ്ടിന്യൂ. പിന്നെ നമ്മൾ സ്ഥിരം സംഭവിക്കുന്നത് പോലെ എടുത്തിട്ടേ സംഭവിച്ചെന്ന് തോന്നുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകല് സമയത്തെല്ലാം നമ്മൾ സിറ്റിക്കകത്തൂടെ ആയിരിക്കും ഓടുന്നത്. അപ്പോൾ ആവശ്യം പോലെ ഇതൊക്കെ കാണും, നമ്മുടെ ലോഡ്ജുകളും കാര്യങ്ങളും ഒക്കെ കാണും. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഒതുക്കാൻ സമയമാവാൻ നേരത്ത് നമ്മൾ ഏതെങ്കിലും കാട്ടിൻ്റെ നടുക്ക് വിടും. പിന്നെ ലോഡ്ജ് തപ്പി പോകണം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ ലോഡ്ജ് തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:30 മണിയായി, ഇവരൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ലക്ഷണം കണ്ടിട്ട് മഴയും കൂടെ പെയ്യാൻ സാധ്യതയുണ്ട്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, പെട്ടെന്ന് തന്നെ ലോഡ്ജ് കിട്ടട്ടെ എന്ന് നമ്മളോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. മഴ പെയ്തേ, ഉറക്കി പണി കിട്ടും. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പുറപ്പാൻ പവറുള്ള ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതല്ല, അത്യാവശ്യം നല്ല പവറുള്ള ലൈറ്റ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ സീനില്ല. എന്നാലും മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് റിസ്ക്കാണ്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടികൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കെ കൊണ്ടുവന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ സ്ലിപ്പാവാനുള്ള സാധ്യത, പിന്നെ ബാക്കി വരുന്ന വണ്ടികൾ കൊണ്ടിട്ട് സ്ലിപ്പായത് മൂട്ടിക്കയറ്റാനുള്ള സാധ്യത, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് മഴ നല്ല റിസ്ക് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഉടനെ തന്നെ ആദ്യം കാണുന്ന ലോഡ്ജ് തന്നെ കണ്ടുപിടിച്ച് നമ്മൾ സെറ്റിലാവാനുള്ള പരിപാടികൾ നോക്കാം. ചെറുതായിട്ടൊന്ന് തോന്നുന്നു, പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. ക്രോസ് വിൻഡ് എന്ന് പറഞ്ഞാൽ അന്യായ ക്രോസ് വിൻഡ്. ഇടക്കിടയ്ക്ക് വണ്ടി ഇങ്ങനെ തെന്നി പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ചെയ്യേ, എന്നെ ഓവർടേക്ക് ചെയ്തോട്ടെ. അണ്ണൻ ടാർപ്പൊക്കെ എടുത്ത് കിട്ടുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ സൗണ്ട് കേൾപ്പിച്ചിരുന്നു. ഇപ്പൊ സൗണ്ട് കേട്ടോണേ, അവിടെയല്ല വീണ്ടും മഴ വരുന്നു. അവിടെ മഴ പെയ്യുന്നത് കാണാം. രക്ഷയില്ലട്ടാ, അന്യായ കാറ്റും മഴയും, ഭയങ്കര മിന്നലും. അതെ അതെ, മിന്നലും പിടുക്കവും ഒക്കെ ഉണ്ടോ? മുടുക്കവും ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോ കണ്ടതാണ് ഹൈദരാബാദിലെ മിന്നൽ. ഹൈദരാബാദ് കഴിഞ്ഞ് രാമറെഡ്ഡി റോഡ് തന്നെ, രാമറെഡ്ഡി തന്നെ. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം.
റൂംസ് അവൈലബിൾ ആണ്. കണ്ടിട്ട് നല്ല റേറ്റ് കണ്ടിട്ട് നമ്മുടെ പോക്കറ്റിൽ നിൽക്കുന്ന ഹോട്ടൽ അല്ലെന്നാണ് തോന്നുന്നത്. മിനാൽ ലെറ്റ്സ് സീ എനിവേസ്. വെഡിങ്സ് റെസ്റ്റോറന്റ്. ആ ഹോട്ടലിൽ അവർ റൂം ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരുപാട് താക്കോലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അവർ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. കറുത്ത കൈയൊക്കെ കൊടുത്ത് പോയി അങ്ങനെ ഇരിക്കും. അതെ അതെ. പക്ഷെ എന്തായാലും നമ്മൾ പിന്നെ ഇഞ്ഞ് വന്നു. പിന്നെ ഒരു 20 കിലോമീറ്റർ കൂടെ വീണ്ടും ഓടി. എന്നിട്ടും നമ്മൾ ഇന്നലത്തെ സെയിം അവസ്ഥ. അതായത് ഒരു കാട് ഏരിയയിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെയും എങ്ങും ഈ ഒരു ലോഡ്ജെന്നോ ഹോട്ടലെന്നുള്ള രീതിയിലുള്ളൊരു സംഭവം കാണുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫാസ്ടാഗ് ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെയൊക്കെ നോക്കാം. പക്ഷേ വ്യൂ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല കാടെന്ന് പറയാൻ പറ്റില്ല, റോഡാണ്. പക്ഷേ ഇത്ര റോഡായിരുന്നു. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആനിമൽ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ടോളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ടോളും സൈഡ് വ്യൂസും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേരെ. അപ്പോഴത്തേക്ക് ഇതാണ് ടോൾ. ഏതായാലും സ്ഥലത്തിന്റെ പേരെന്തോന്നു? സ്ഥലത്തിന്റെ പേരെന്തരാണ്? പക്ഷെ ഇന്ന് നമുക്ക് ടോൾ ഇച്ചിരി കൂടുതലായിരുന്നു. ഒത്തിരി ടോൾ കയറി ഇറങ്ങി. എന്നാലും ഒരു തവണ റീചാർജ് ചെയ്തു, പക്ഷെ 2 തവണ സൈഡൊക്കെ ഒന്ന് എടുത്തു. എവിടെയെങ്കിലും നോക്ക്, ഏതെങ്കിലും ഒരു ഫാമിലി ധാബ. അവസാനം നമ്മളിത് ഇവിടെ എത്തിപ്പെട്ട് ഗൈസ്. ഇത് നിർമ്മൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി. അവിടെ റൂം കിട്ടിയിട്ടുണ്ട്. റൂം എടുത്തു. ആക്ച്വലി സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ട് വെച്ചു. ഇനി പോയി ഫുഡ് കഴിക്കണം. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ഈ ഷോപ്പ് കേട്ടാ. അപ്പോൾ നേരെ റൂമിലോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരെയും നാളെ കാണാം. ഓക്കെ, നമ്മളെവിടെയാണ് ഉള്ളത്? നിർമ്മൽ. അപ്പോൾ ഗുഡ് നൈറ്റ് ഫ്രം നിർമ്മൽ. എല്ലാവരെയും നാളെ കാണാം. ബൈ ബൈ.